എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിരി പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കമലാവതി അമ്മ ചന്ദ്രോദയത്തിലോട്ട് വരികയാണ് വിഷു ആഘോഷത്തിനായിട്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് രവീന്ദ്രന് കിട്ടിയ പൈസയാണ് ശ്രുതിയും ചേർന്ന് ഷോറൂം തുടങ്ങിയ കാര്യമെന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കമലാവതി അമ്മ ശ്രുതിയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഇത് എൻ്റെ മകന് അവകാശപ്പെട്ട പണമാണ്. നിങ്ങൾ ഒരാൾ മാത്രം ആ പൈസയ്ക്ക് ഒരാൾ മാത്രമല്ല അവകാശി. രവീന്ദ്രൻ്റെ 3 മക്കൾക്കും ആ പൈസയ്ക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അത് തുല്യമായിട്ട് തന്നെ ഭാഗം ചെയ്യുമെന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി അടുത്ത് പറയും, നീ മലേഷ്യയിലെ മരുമകളാന്ന് പറഞ്ഞ് ഇവളെ തലക്കേറ്റി വെച്ചുകൊണ്ടല്ലേ നടന്നത്. പാവം പിടിച്ച വീട്ടിലെ പെണ്ണായിട്ട് നീ എപ്പോഴും രേവതിയെ തറയിലിട്ട് ചവിട്ടി തേക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് ചന്ദ്ര എന്നൊക്കെ പറയും. നിനക്കിത് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ പോവുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം വിഷുവാണ്. വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ ചന്ദ്രത്തിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. രേവതിയോട് ചന്ദ്രമതിക്ക് ഒരല്പം സ്നേഹമുണ്ട്. ശ്രുതിയോട് ഇപ്പം ദേഷ്യപൂർവ്വം പെരുമാറുന്നത് കൊണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ചേർന്ന് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രനെ ഡ്രസ്സ് കൊടുക്കും. രവീന്ദ്രൻ സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എൻ്റെ ജീവനാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ കൊടുക്കണം. അതിനുശേഷം ചന്ദ്രമതിക്ക് രണ്ടുപേരും ചെയ്ത് ഡ്രസ്സ് കൊടുക്കുമ്പോൾ പറയും, എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. ഉടനെ ശ്രുതി അവിടെ നിൽക്കുന്ന കാണുമ്പോൾ, എന്തായാലും നിങ്ങൾ സ്നേഹത്തോടെ കൊണ്ടുവന്നില്ലേ, ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കാണിച്ചുകൊണ്ട് തന്നെ ആ വസ്ത്രം അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അതിനുശേഷം ശ്രുതിക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടവും വിഷമവും തോന്നും. പിന്നെ വീട്ടിലെ ജോലിയെല്ലാം ഇട്ട് ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം കാണുന്ന ശ്രുതിക്ക് സഹികെട്ട് ശ്രുതി നേരെ കരഞ്ഞുകൊണ്ടങ്ങ് ഭാമേൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഭാമയുടെ അടുത്ത് മാത്രം ഇനി എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷയുള്ളെന്ന് പറഞ്ഞ് ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രമതി പെരുമാറുന്ന രീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി എന്നോട് എന്ത് സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത്, ഇപ്പം ആൻറ്റിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെന്നൊക്കെ പറയും. അത് ശ്രുതി, നിൻ്റെ കാര്യമുള്ള തെറ്റല്ലേ. ശ്രുതി എന്ന് വെച്ചാൽ ചന്ദ്രയ്ക്ക് ജീവനാ. അവൻ ഒരിക്കലും ഒരു കാര്യവും അവളിൽ നിന്ന് ഒളിച്ചു വെക്കത്തില്ല. എന്ത് ചെയ്യുന്നതും അവൾ അറിഞ്ഞിട്ടേ അവൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യം, അതിൻ്റെ രവിയേട്ടന് കിട്ടിയ പൈസ 50 ലക്ഷം രൂപ കിട്ടി. അതും 55 ലക്ഷം രൂപ അവർ തിരിച്ചു തന്നെ. ആ സത്യം നിങ്ങൾ ചന്ദ്രയോട് തുറന്നു പറയണമായിരുന്നു. എങ്കിൽ ഇത്രയും പ്രശ്നമില്ല. എങ്കിൽ അവന് എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും അവൾ അത് ചെയ്തു കൊടുത്തേനെ. പക്ഷേ ഇത് നീ അവളുടെ അടുത്ത് പറയാതെ ഇല്ലയോ ഈ കാര്യം ചെയ്തത്. ശ്രുതി പറയാൻ ശ്രമിച്ചപ്പോൾ പോലും നീ വേണ്ടെന്ന് പറഞ്ഞു. നിന്നെ ഇത്രയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് നിന്നിൽ നിന്ന് ഇങ്ങനൊരു തെറ്റ് കണ്ടപ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നേക്കും. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി. ഇത് ഭയങ്കര രീതിയിൽ എന്നെ ആൻറ്റി ഹറാസ് ചെയ്യുന്നത്. എനിക്ക് ടോർച്ചറിങ് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി അവിടെ നിൽക്കത്തില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭാമയോട് പറഞ്ഞ് കരയാണ്. നീ അങ്ങനെയൊന്നും കാലത്ത് തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഞാൻ എന്തായാലും ചന്ദ്രയെ കാണാം, ചന്ദ്രയെ കണ്ട് സംസാരിക്കാം, നീ വിഷമിക്കാമെന്നൊക്കെ പറയും. നീ എനിക്ക് എൻ്റെ മോളെ പോലെ അല്ലയോ, നീ എനിക്ക് രേവതിയും വർഷം എങ്ങനെയാണോ അതുപോലെ തന്നെ നീ സങ്കടപ്പെടണമെന്നൊക്കെ പറയും. ഭാമയ്ക്ക് അങ്ങ് വിഷമം വരും ശ്രുതിയുടെ അവസ്ഥ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അതിനുശേഷം നേരെ ചന്ദ്രമതി ഭാമയുടെ വീട്ടിലോട്ട് വരികയാണ്. അവിടെ വന്ന സമയത്ത് ശ്രുതിയോട് ചന്ദ്രമതി പെരുമാറുന്ന രീതിയെക്കുറിച്ചൊക്കെ ഭാമ ചോദിക്കുന്നു. അവളിവിടെ വന്ന് നിന്നോട് പരാതി പറഞ്ഞെന്നുള്ളതല്ലല്ലോ ചന്ദ്ര, ഞാനിപ്പോൾ നിന്നോട് ചോദിക്കുന്നു. നീ എന്തിനാ അവളോട് ഇത്രയും രീതിയിൽ പെരുമാറുന്നതെന്ന് ചോദിക്കും. അവൾ ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. കാശ് കിട്ടിയിട്ടേ അവൾ സുധിമോനോട് പറഞ്ഞേക്കുന്നു അത് മറച്ചു വെക്കണമെന്ന്. എന്താ നിൻ്റെ ശ്രുതിക്ക് സത്യം അറിയത്തില്ലേ? അവനെങ്കിലും തുറന്ന് പറയാമായിരുന്നല്ലോ. ചന്ദ്ര, ഒരു തെറ്റ് 2 പേര് ചേർന്ന് ചെയ്യുമ്പം 2 പേർക്കും ഒരുപോലെ ശിക്ഷ കൊടുക്കണം. ഇതിപ്പോൾ നീ അവളെ മാത്രം ടോർച്ചർ ചെയ്യുന്നത്. അവൾ ഒട്ടും നിവർത്തിയില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയല്ല. അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിൽ ഒരു മലേഷ്യൻകാരൻ കോടീശ്വരൻ്റെ മകളാണ് അവൾ. എന്നിട്ട് നീ ഇങ്ങനെ അവളെ ഇവിടെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ പാട്ട് തിരക്കി ഇറങ്ങിപ്പോവും. നിനക്ക് തന്നെ ഇതിൽ നഷ്ടം സംഭവിക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് കുറച്ച് നേരം ചന്ദ്രയെ ചിന്തിക്കും. ഇനിയെങ്കിലും നീ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറ്റം ചെയ്യാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിനവൾ ഒരുപാട് ക്ഷമയും പറഞ്ഞു. പിന്നെ മറ്റാർക്കും വേണ്ടിയല്ല, കാശ് നിൻ്റെ മകന് വേണ്ടി തന്നെയല്ലേ അവൾ ഉപയോഗിച്ചത്. ശ്രുതിയെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ, അവനൊരു ജോലിക്കള്ളനാണ്, ഒരു ജോലിക്ക് അവൻ പോകത്തില്ല. ഭാമേ, എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നതേ. സത്യം പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. അവന് 7 ഡിഗ്രി ഉണ്ടെന്നല്ലേ ഉള്ളൂ. അവൾ വന്നതിന് ശേഷം ഇല്ലയോ അവൻ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ജീവിതത്തിൽ കാണിക്കാൻ തുടങ്ങിയത്. അതിനെങ്കിലും ഒരു മുൻഗണന കൊടുക്കണം ചന്ദ്രൻ. അവൾ നീ ഇനി അവളെ ഇങ്ങനെ ഈ രീതിയിൽ നീ അവളെ പെരുമാറി അവൾ തിരിച്ച് മലേഷ്യക്ക് തന്നെ പോവും. നിനക്ക് നിൻ്റെ മോനുമാണ് നഷ്ടം സംഭവിക്കുന്നതെന്ന് പറയും. ഉടനെ ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്ര കുറച്ചേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി നേരെ ശ്രുതിയുടെ റൂമിലോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതിയോടും വലിയ ദേഷ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. എന്തായാലും നിനക്കൊരു തെറ്റ് സംഭവിച്ചു പോയി. ഇനിയെങ്കിലും ഇങ്ങനൊന്നും ആവർത്തിക്കരുത്. ഒരു കള്ളത്തിലോ ഇതിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. എനിക്കത് മാത്രം സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരോടൊരു
അനുരഞ്ജന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അതെല്ലാം അവിടെ നിന്ന് കാണും. ഓഹോ, അപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ജഡ്ജിയമ്മ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ശരി, ഇനി എൻ്റെ വിധി ഞാൻ പറയാമെന്ന് പറയും. എന്ത് അച്ഛയ്ക്കും? അതെ, ഇവൻ ഒരു ഷോറൂം തുടങ്ങിയല്ലോ 50 ലക്ഷം രൂപയ്ക്ക്. ആ 50 ലക്ഷം രൂപ മലേഷ്യയിൽ നിന്ന് വന്ന കാശൊന്നും അല്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ കാശല്ലേ 55 ലക്ഷം രൂപ. ഈ 50 ലക്ഷം രൂപയ്ക്ക് ഇവൻ ഷോറൂം തുടങ്ങിയപ്പോൾ അത് അവൻ്റെ സ്വന്തമല്ലല്ലോ. ഉടനെ സുധി ചോദിക്കും, എന്താ ആ ഷോറൂം നിനക്ക് എഴുതി തരണം? എനിക്ക് നീ ഷോറൂമൊന്നും എഴുതി തരണ്ട, പക്ഷേ ആ ഷോറൂമിൽ ഞങ്ങൾക്ക് 2 പേർക്ക് അവകാശം ഉണ്ടെന്ന് പറയും. എടാ ശ്രീകാന്തെ, നിനക്ക് ആ ഷോറൂമിനൊരു അവകാശം ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഉണ്ട്. അപ്പോൾ നിനക്ക് അതിൻ്റെ കാശ് വേണോ? എനിക്ക് കാശൊന്നും വേണ്ട. അപ്പം ഞങ്ങൾക്ക് വേണ്ട. ഉടനെ രേവതി ചോദിക്കും, നിനക്ക് കാശ് വേണോ രേവതി? എനിക്ക് വേണ്ട. അപ്പോൾ എനിക്കും വേണ്ട. അത് എനിക്കിപ്പോൾ ഒന്നുമില്ല, 2 കാറുണ്ട്, അത്യാവശ്യം ഒരു മുതലാളി തന്നെ. അത് എന്തായാലും നിന്നെ കണക്കൊരു മുതലാളിയല്ലേ. എടാ, ഒരു മുതലാളി ആയെങ്കിൽ എന്തെങ്കിലും യോഗ്യത നിനക്കുണ്ടോ? നിനക്കെന്ത് യോഗ്യതയാടാ ഒരു ഷോറൂമിൻ്റെ മുതലാളിയായിട്ടിരിക്കാൻ? ഞാൻ നോക്കിയിട്ട് ആ മുതലാളി ആവാൻ ഏറ്റവും നല്ല യോഗ്യതയുള്ള ഒരേ ഒരാളെ ഈ വീട്ടിലുള്ളതെന്ന് പറയും. ഉടനെ ശ്രുതി ചോദിക്കും, അതാരാ? എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാൾ? അത് മറ്റാരും ഒരാളാ, നമ്മുടെ അച്ഛനാണെന്ന് പറയും. അച്ഛൻ്റെ കാശുണ്ടല്ലേ നീ ഷോറൂം തുടങ്ങിയത്, അല്ലാതെ നിൻ്റെ ഭാര്യയുടെ അച്ഛൻ നിന്ന് കാശുണ്ടോന്നുമല്ല. അതുകൊണ്ട് ഇനി തൊട്ട് ഷോറൂമിൻ്റെ മുതലാളി എൻ്റെ അച്ഛനാണെന്ന് പറയും. അച്ഛനാണ് ആ കസേര ഇരിക്കാൻ ഏറ്റവും യോഗ്യനെന്ന് പറയും. ഇത് കേൾക്കുന്നതിന് രേവതി അങ്ങ് ഭയങ്കരമായിട്ടും കൈയടിക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്ത് പറയും, അത് കലയ്ക്ക് സജ്ജേട്ടൻ ആ പറഞ്ഞത് കറക്റ്റ് തീരുമാനമാണ്. അച്ഛൻ്റെ കാശിനേലേ സുധീരുടെ ഷോറൂം ഇട്ടത്, അപ്പോൾ ആ ഷോറൂമിൻ്റെ മുതലാളി അയക്കാൻ ഏറ്റവും യോഗ്യത അച്ഛന് തന്നെയാണെന്ന് പറയും. ശരി അങ്കിള് തന്നെ അതിന് മുതലാളിയായിട്ടിരുന്നാൽ മതിയെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പക്ഷേ അതാ ദേഷ്യം കാണിക്കത്തില്ല. പിന്നെ സ്വന്തം ഭർത്താവിന് ഷോറൂം അവർക്കൊരു ഗമയില്ല. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും മിണ്ടത്തില്ല. അപ്പോഴേ നാളെ എൻ്റെ അച്ഛൻ ഔദ്യോഗികമായി ഷോറൂമിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതായിരിക്കും. എല്ലാവരും നാളെ ഷോറൂമിലോട്ട് വരണമെന്ന് പറയും. അതിനുശേഷം മഹേഷിനെ വിളിച്ച് പറയും, എടാ മഹേഷ്, എന്തുവാടാ, എനിക്ക് രാവിലെ 2 മാല വേണമെന്ന് പറയും. മാലയോ? നിനക്ക് വീട്ടിൽ തന്നെ പൂക്കടയുള്ളതില്ലേ, പിന്നെ നിനക്ക് ഇതിനെ പ്രത്യേകം മാല? നീ കൂടുതലും സംസാരിക്കേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ 2 മാല വേണം. രാവിലെ നീ ശ്രുതിയുടെ ഷോറൂമിൽ 2 മാലയായിട്ട് വരണമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് മഹേഷ് അങ്ങ് ഫോൺ കട്ടിയാണ്. അതിനുശേഷം രാവിലെ ഷോറൂമിലോട്ട് ശ്രുതിയും കൂടി പോവുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തും വർഷയും കൂടി അങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് നീ എന്താ വർഷയെ പതിവില്ലാതെ ഇങ്ങോട്ട്? അത് സച്ചിയേട്ടൻ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്തും വരും. ഉടനെ അതിൻ്റെ പുറമെ രേവതിയും സച്ചിയും ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ വരും. അച്ഛാ വാ 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വരും. അപ്പോഴത്തേക്ക് 2 മാല കൊണ്ടുവരും. അതിനകത്ത് ഒരു മാല എടുത്തങ്ങ് രവീന്ദ്രൻ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. എന്നെ പോലെ, രേവതി, ഇത് അച്ഛൻ്റെ ഷോറൂം, അപ്പോൾ അച്ഛനെ മാലയിട്ട്, ഇനി ഷോറൂമിൻ്റെ മുതലാളിയുടെ ഭാര്യയ്ക്ക് മാല ഇടണ്ടേ, ഇത് നീ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറയും. അങ്ങനെ ആ മാല എടുത്ത് ഒരെണ്ണം ചന്ദ്രമതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി കൈയടിച്ചതിന് ശേഷം സ്റ്റാഫിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം പറയും, ഇന്ന് തൊട്ട് ഈ ഷോറൂമിൻ്റെ മുതലാളി ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ 3 പേരുടെ അച്ഛനായ രവീന്ദ്രനാണ് ഇന്ന് തൊട്ട് ഈ ഹോം അപ്ലയൻസസിൻ്റെ മുതലാളി. അപ്പോൾ ഈ നിൽക്കുന്ന ശ്രുതി ഇന്ന് തൊട്ട് ഇവിടുത്തെ മാനേജറാണെന്ന് പറയും. ഞാനോ മാനേജർ? എന്താടാ, നിനക്ക് മാനേജറായിട്ടുള്ള യോഗ്യതയുള്ളൂ, നീ ഇന്നോട്ട് മാനേജറാണെന്ന് പറയും. ഉടനെ രവീന്ദ്രൻ പറയും, എടാ മോനെ വേണ്ട, അവനല്ലേ ഇത്ര നാൾ ഷോറൂമിൻ്റെ മുതലാളിയാക്കുന്നത്, അവൻ തന്നെ ഇരുന്നോട്ടെ. ഞാനിനി എന്തിനായി വയസ്സാം കാലത്ത്? അതൊന്നും പറയാൻ പറ്റത്തില്ല, അച്ഛനാണ് ഈ കസരിയിരിക്കാൻ യോഗ്യത, അച്ഛൻ തന്നെ ഇങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് പറയും. അപ്പോഴേക്ക് ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. ഉടനെ സച്ചിയെടുത്തിൻ്റെ രവീന്ദ്രനോടും പറയും, അവന് നല്ല സങ്കടമുണ്ട്, നിങ്ങളിങ്ങനെ ഓരോന്നെ കാണിച്ചു കഴിഞ്ഞാൽ അവന് നല്ല മനപ്രയാസമാവുമെന്ന് പറയും. ഇത്ര നാൾ അവൻ തന്നെ അല്ലേ ഈ ഷോറൂമിൻ്റെ മുതലാളി എന്ന് പറഞ്ഞിരുന്നത്, പെട്ടെന്ന് സ്റ്റാഫിൻ്റെയൊക്കെ മുമ്പേ അവൻ അവമാനിക്കപ്പെടുന്നതാണ് കാപത്തിൽ നോക്കും. എന്ത് അവമാനിക്കപ്പെടാൻ? അച്ഛൻ്റെ താഴെ അവനൊരു മാനേജറായിട്ട് ഇരിക്കുന്നതല്ലേ പറഞ്ഞോളൂ, കണക്കുകളൊക്കെ അവൻ നോക്കണം, അക്കൗണ്ട്സൊക്കെ ആഴ്ച ഒരു ദിവസം അച്ഛൻ ചെക്ക് ചെയ്യും എന്ന് പറയും. ഉടനെ കസേരയ്ക്കകത്തോട്ട് രവീന്ദ്രൻ അങ്ങ് മാറി നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ പിടിച്ച് കസേരയ്ക്കകത്തോട്ട് നോക്കി, ഈ കസേര ഇപ്പോഴാണ് നല്ല യോഗ്യതയായിട്ട് കസേരയായി മാറിയെന്ന് പറയും. അങ്ങനെ കസേരയ്ക്കകത്തോട്ട് പിടിച്ച് ശ്രുതി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ആ കസേരയ്ക്കകത്തോട്ട് രവീന്ദ്രനെ പിടിച്ചിരുത്തുകയാണ്. അത് കാണുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമാവും. ഉടനെ ഇന്ന് തൊട്ട് ഈ കടയുടെ മുതലാളി രവീന്ദ്രൻ, തൊഴിലാളി ശ്രുതി എന്ന് പറയും. അപ്പോഴത്തേക്ക് സ്റ്റാഫൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. ഉടനെ പറയും, എടാ നീ എന്തിനാ ഇത് എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. ഉടനെ മഹേഷ് പറയും, അതിന് അവൻ സത്യമല്ലേ പറഞ്ഞു, ഇന്നോട്ട് സച്ചി ഇന്നോട്ട് ശ്രുതി ഇവിടുത്തെ മാനേജറല്ലേ എന്ന് ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാറുണ്ടായിരുന്ന സച്ചിക്ക് ഇപ്പോൾ 2 കാറായി, അവനൊരു മുതലാളിയായി. ഷോറൂമിൻ്റെ മുതലാളിയായിരുന്ന നീ ഇപ്പം കേവലം തൊഴിലാളിയായി. അതാണ് മനുഷ്യൻ്റെ ഓരോ മാറ്റം എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാഫിനൊക്കെ നല്ല ചിരി വരും. അപ്പോഴത്തേക്ക് ശ്രുതി ഇത്ര നാൾ മുതലാളിയായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തൊഴിലാളി ആയതിൽ ഒരു നാണക്കേടും വിഷമവും ഒക്കെ അങ്ങ് ശ്രുതിക്കുണ്ടാവും. ശ്രുതി പെട്ടെന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടം നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി രവീന്ദ്രനാണ് ആ ഷോറൂമിൻ്റെ മുതലാളി. ഇനി അവിടുത്തെ സ്റ്റാഫായിട്ട് നമ്മുടെ
ശ്രുതി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസകൾ.